ഗുരുവായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്കുണ്ട്, മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ. ഞാൻ ആദ്യം അത് പറയാം. ഞാൻ 1993 എൻ്റെ വിവാഹത്തിലൂടെയാണ് ഞാൻ പരമ്പരയിൽ വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം 1972 മുതൽ വരുന്നതാണ്. അപ്പോൾ 1985 അച്ഛന് തൈറോയ്ഡ് ക്യാൻസർ വന്നിട്ട് ഗുരുവിനോട് വന്ന് ചോദിച്ച് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് ഗുരുവിനോട് വന്ന് ചോദിച്ചപ്പോൾ ഗുരു സർജറി ചെയ്യാൻ പറഞ്ഞു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോധം വന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ 10,000-ൽ ഒരാളിനെ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഇനി ആളിന് ബോധം വരത്തില്ല, ആൾ രക്ഷപ്പെടത്തില്ല എന്നാണ് പറഞ്ഞ് അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പം ഗുരു അന്ന് എറണാകുളം ആശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരു കണ്ണൂർ ആശ്രമത്തിൽ പോയിട്ട് ഇവിടെ നിന്ന് എറണാകുളത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത നാത്തൂൻ എൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് എറണാകുളത്ത് പോയിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞ് അപ്പൻ വന്നൊന്ന് എൻ്റെ അച്ഛനെ കാണണം, അപ്പൻ കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു നീ പോയി ആഹാരം കഴിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ആഹാരമൊന്നും കഴിച്ചില്ല, അപ്പൻ വരുമെന്ന് പറഞ്ഞാലേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഞാൻ വന്നിട്ട് എന്ത് കാര്യം മോളെ അങ്ങനെ ഗുരു ചോദിച്ചായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ എന്തായാലും അപ്പൻ വന്നൊന്ന് എൻ്റെ അച്ഛനെ കാണണം, അതിനുശേഷം എൻ്റെ അച്ഛൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ഗുരു അവസാനം വരാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് ഗുരു ഇവരുടെ കൂടെ ജനസേവകൻ സ്വാമിയെ പറഞ്ഞു വിട്ടു, ഭസ്മവും കൊടുത്തിട്ട്. അപ്പോൾ അച്ഛൻ ICUവിലാണ്. ജനസേവൻ സ്വാമി വന്നിട്ട് ജനസേവൻ സ്വാമി നമ്മുടെ ആദ്യ സങ്കല്പ ലയന വാർഷികത്തിന് നമ്മളിവിടെ കന്യാകുമാരിയിൽ വെച്ച് ആചരിച്ച അതിന് ഈ അനുഭവം ജനസേവൻ സ്വാമി പറഞ്ഞായിരുന്നു. അപ്പോൾ സ്വാമി ICUവിൽ ചെന്ന് ഗുരു കൊടുത്തു വിട്ട ഭസ്മം അച്ഛൻ്റെ ദേഹത്ത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗുരു വന്നു. ഗുരു ഇങ്ങനെ റൂമിൽ കയറി വന്നപ്പോൾ ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന അച്ഛൻ ഇങ്ങനെ കൈയെടുത്ത് തൊഴുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അച്ഛന് സുഖമായി. അച്ഛൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് മാമൻ ആശ്രമത്തിൽ കയറി ഗുരുവിനെ കാണാനായിട്ട്. മാമൻ എന്ന് പറയുന്നത് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന വിജയരാഘവൻ സാറാണ്, അമ്മയുടെ സഹോദരൻ. അപ്പോൾ മാമൻ കയറിയപ്പോഴത്തേക്ക് ഗുരു പറഞ്ഞു, കുട്ടികളെല്ലാം ചെറുതല്ലേ, 8 വർഷം കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡയറിയിൽ ഈ സംഭവമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് 1985 ഏപ്രിലായിരുന്നു ഗുരു ഈ 8 വർഷം കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. 1993 ഏപ്രിൽ 21 കൃത്യം 8 വർഷമായപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അന്നേരം ഞാൻ വിശ്വാസിയൊന്നും അല്ലായിരുന്നു. ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ അനിയനാണ് ആദ്യം ഈ കാര്യം എൻ്റെ അടുത്ത് പറയുന്നത്. എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാൻ ശങ്കരനോട് ചോദിച്ചപ്പോഴത്തേക്ക് അല്ല, ഇതുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഈ ഡയറി വായിച്ചിട്ട് ഞാനാണ് ശരിക്കും 8 വർഷം തികഞ്ഞപ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് ഞാനാണ് നോക്കിയിട്ട് പറഞ്ഞത്. അതെനിക്ക് ഈ ഡയറിയിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇതാണ് ഒരു അനുഭവം. പിന്നെ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്നെ കൊണ്ട് ചെല്ലണമെന്ന് ഗുരു പറഞ്ഞായിരുന്നു. ആശ്രമത്തിലെ ഒരു പ്രാവശ്യം ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ വിശ്വാസിയൊന്നും അല്ലായിരുന്നു, ഞാൻ ഗുരുവിനെ നമസ്കരിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഗുരു എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പൂർത്തിയാകുന്നതിന് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഹാരമിടണമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ആ സങ്കല്പത്തിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഹാരം ഇട്ടപ്പോൾ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഇട്ടു. പിന്നെ ആശ്രമത്തിൽ വന്നിട്ട് ഗുരുവിൻ്റെ സ്നേഹമൊക്കെ ഇഷ്ടപ്പെട്ടു. ഗുരുവായിട്ട് കുറേ അനുഭവമൊക്കെ ഉണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 45-ാം ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ മൂക്കുന്ന് ഇങ്ങനെ രക്തം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലയണയിൽ നോക്കിയപ്പോൾ തലയണ മൊത്തം രക്തം കൊണ്ട് നനഞ്ഞു. ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലാതെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് നാത്തൂൻ്റെ ഹസ്ബൻഡ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ നാത്തൂൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ട് ഗുരുവിനോട് ചോദിക്കാൻ പറയാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഗുരു മയങ്ങുകയാണ്, ഇപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് മൂക്കിൽ വെച്ചപ്പോൾ
അത് നിന്നു. എന്നിട്ടാണ് ഡ്രസ്സ് മാറ്റി ആശുപത്രി പോയത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞായതുകൊണ്ട് ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പിന്നെയാണ് ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എവിടെ നിന്നാണ് രക്തം വന്നതെന്ന് ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അമ്മയും കൂട്ടിയിട്ടാണ് പോയത്. ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് ഫോൺ ചെയ്ത് ആശ്രമത്തിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഡോക്ടർ ഒരു ഗുളിക തന്നു, ഇനി വരുവാണെങ്കിൽ ഇത് കഴിച്ചോ അല്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ, ഞാനും അമ്മയും വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഇത് ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആശ്രമത്തിൽ വിളിച്ച് ഗുരുവിൻ്റെ മറുപടി കിട്ടി, ഇനി വരത്തില്ല എന്ന് ഗുരു പറഞ്ഞെന്ന് പറഞ്ഞു. മാത്രമല്ല അഥവാ വരികയാണെങ്കിൽ കുണിക്കിട്ടാട്ടിയുടെ നീരെടുത്ത് ഒഴിച്ചാൽ മതി എന്നും കൂടി പറഞ്ഞു. പിന്നീട് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. ഇത് ഈ കുണിക്കിട്ടാട്ടിയുടെ നീരിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2-3 വർഷത്തിന് ശേഷം ഹസ്ബൻഡ് അമ്മയ്ക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, മൂക്കുന്ന് രക്തം വരുന്ന അമ്മ. അപ്പോൾ അന്നും ഇങ്ങനെ തന്നെ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയില്ല. ചോദിക്കുന്ന സമയത്ത് ഗുരു ഇങ്ങനെ ധ്യാനത്തിലാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മയ്ക്ക് രക്തം വന്ന എനിക്ക് വന്ന പോലെ ഇങ്ങനെയല്ല, എനിക്കിങ്ങനെ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മയ്ക്കിങ്ങനെ വരും, കുറേ കഴിയുമ്പോൾ വീണ്ടും വരും, അങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ മരുന്നെല്ലാം കൊടുത്ത്, എന്നിട്ട് നിന്നില്ല. ഡോക്ടർ പിന്നെ മൂക്ക് ബാൻഡേജ് ചെയ്തു. ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ബാൻഡേജ് മാറ്റുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുമായിരുന്നു. നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അപ്പോൾ റെഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഹസ്ബൻഡ് ആശ്രമത്തിൽ പോയായിരുന്നു. അപ്പോൾ ഗുരു ആരോടോ പറഞ്ഞിട്ട് കുണുക്കുട്ടാട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഗുരുവിൻ്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് സങ്കല്പിച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ രാത്രി അത് കൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ വെച്ച് തന്നെ റൂം അടച്ചിട്ട്, അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് റൂം അടച്ചിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ മൂക്കിലൊഴിച്ചു. പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത ആ കത്ത് വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഒരിക്കൽ കൂടി ഒഴിച്ചു. പിന്നെ അമ്മയുടെ മൂക്കിൽ പിന്നീട് ഒരിക്കലും രക്തം വന്നിട്ടില്ലായിരുന്നു. പിന്നെ മോൻ്റെ ഒരു അനുഭവമുണ്ട്. മോന് 1 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പച്ചിയുടെ മക്കൾ എല്ലാവരുമായിട്ട് അവനിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സെറ്റിയിൽ തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തലയിടിച്ച് താഴെ വീണു. തലയിടിച്ച് താഴെ വീഴുന്നതിന് മുമ്പ് ഒരു കസേരയുടെ കയ്യിലും തലയിടിച്ച് ആണ് താഴെ വീണത്. തലയുടെ ബാക്ക് ഇടിച്ചാണ് വീണത്. അപ്പം അവൻ ഒറ്റ പ്രാവശ്യം കരഞ്ഞതേ ഉള്ളൂ, പിന്നെ കരഞ്ഞില്ല. അത് കാരണം ഞങ്ങൾ അതിനെ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ താഴെ നീര് വന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കൊച്ചിനെ കൊണ്ടുപോയി തല സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ മോനെ കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ഞങ്ങൾ വരുമ്പോൾ ഗുരു കെട്ടിടത്തിൻ്റെ മുന്നിൽ ഗുരു ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ആരുടെ അനുവാദം ഒന്നും വേണ്ട ഗുരുവിനെ കാണാൻ. ആ യാമപ്രാർത്ഥന തുടങ്ങിയ സമയമായതുകൊണ്ട് എല്ലാവരും യാമപ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾ നേരെ വന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്നു. മോനിങ്ങനെ വീണെന്ന് പറഞ്ഞപ്പോൾ ഗുരു ഞങ്ങളെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ രണ്ടും അറിവുള്ളവരായിട്ടും കൊച്ചു വലിയ വീഴ്ചയാണ് വീണത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിവുള്ളവരായിട്ടും നിങ്ങൾ കൊച്ചിനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുരു അവൻ്റെ തലയിൽ കൈവച്ച് സങ്കല്പിച്ചു. എന്നിട്ട് അപ്പം തന്നെ മുടിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗുരു മരുന്ന് പറഞ്ഞു തന്നു. ക്ഷീരബല തലയിൽ തേച്ചിട്ട്, പിന്നെ കുളിപ്പിക്കരുതെന്ന് പറഞ്ഞു. ക്ഷീരബല തലയിൽ തേച്ചിട്ട് പഴുത്ത പ്ലാവലയുടെ വെള്ളം തിളപ്പിച്ച് അങ്ങനെ തല തുടച്ചെടുക്കണം. ആ രീതിയിലായിരുന്നു ഗുരു പറഞ്ഞത്. ഉള്ളിൽ കഴിക്കാനും ആയുർവേദ മരുന്ന് തന്നെ ഗുരു പറഞ്ഞു തന്നു. അപ്പോൾ അത് ചെയ്തു. അവന് അതങ്ങ് മാറുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വേറൊന്നും ചെയ്തില്ല. ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്തിട്ട് ജനസേവന സ്വാമിയുടെ കൂടെ ഞങ്ങളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയായിരുന്നു. ഇവൻ വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവന് വിവാഹം കഴിപ്പിക്കാൻ വല്ല ഇതുണ്ടോ എന്ന് നോക്കാനായിരുന്നു നമ്മൾ ജനസേവൻ സ്വാമി ഒരു ജ്യോത്സ്യൻ്റെ നിന്ന് ജ്യോതിഷം പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 1 വർഷം മുന്നെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവൻ്റെ ഈ കാര്യമൊക്കെ മറന്നിരിക്കുമായിരുന്നു. അപ്പം ആ ജ്യോത്സ്യൻ ചോദിച്ചു, ഇവന് തീരെ ചെറുതിലെ മരണം ഉണ്ടാകത്തക്ക രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നില്ല. അപ്പോൾ പറഞ്ഞു തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ തലയിടിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അത് മരണം ഉണ്ടാകത്തക്ക രീതിയിലുള്ള
ഒരു സംഭവമായിരുന്നു. വ്യാഴൻ്റെ ദൃഷ്ടി മൂലമാണ് അത് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുരു ശരിക്കും മരണം സംഭവിക്കാനുള്ള ഒരു കാര്യമായിരുന്നു ഗുരു അവൻ്റെ തലയിൽ കൈവച്ച് സങ്കല്പിച്ച് മാറ്റിയതെന്നുള്ള കാര്യം 100% അത് കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഉറപ്പും വന്നു. അല്ലേ തന്നെ ഗുരു പറഞ്ഞായിരുന്നു വലിയ വീഴ്ചയാണ് മോൻ വീണതെന്ന്. ഇത്രയൊക്കെയാണുള്ളത്. ഞാൻ കുറേ നേരം പറഞ്ഞെന്ന് തോന്നുന്നു. സദ്ഗുരുശരണം. ഞാൻ ഗുരു ശരീരത്തോടു കൂടി ഇരിക്കുന്ന കാലയളവിൽ തന്നെ ഗുരുവെങ്കിൽ എത്തിയതാണ്. എത്തുന്നതിന് മുമ്പ് തന്നെ ഗുരുവിനെ ദർശനത്തിൽ കണ്ടിട്ടാണ് ഗുരു ആരാണെന്നോ എന്താണെന്നോ ഇതെവിടെ വേണമെന്നോ അറിയാൻ കഴിയാതെ കണ്ടാണ് ഞാൻ ഗുരുവെങ്കിൽ എത്തുന്നത്. പക്ഷേ എനിക്ക് ഇത് ശാന്തിഗിരി ആശ്രമം ആണെന്ന് അറിയില്ല. എങ്കിലും ഗുരുവിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ ആശ്രമത്തിൻ്റെ ഭാഗങ്ങൾ അല്ലാതെ നമ്മുടെ സന്യാസിനിമാർ ബ്രഹ്മചാരികൾ ഇവരെല്ലാം നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ആദ്യം ഗുരുവിനെ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിലാണ്. എൻ്റെ ഇളയ മകന് ചോറ് കൊടുക്കാൻ നമ്മുടെ ഒടയമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ആണെന്നുള്ളതാണ് ഞാൻ ധരിച്ചിരുന്നത്. അതിനുശേഷം ഈ പല പ്രാവശ്യങ്ങളിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് എവിടെ ആണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ പോയി. മൂകാംബിയെ പോയി ഇരുന്നിട്ടുണ്ട്, ഭജനം ഇരുന്നിട്ടുണ്ട്. നമ്മുടെ മാമാനത്ത് ക്ഷേത്രത്തിൽ പോയി 21 ദിവസം ഇരുന്നിട്ടുണ്ട്. എവിടെയാണ് എന്നിട്ട് അവിടെ ഒന്നും ഞാൻ കണ്ടയാളോ അല്ല ഞാൻ കണ്ട സ്ഥലങ്ങളോ എനിക്കായിരുന്നില്ല. പക്ഷേ വീണ്ടും അവിടെ നിന്ന് ഞാൻ പോകേണ്ടതായ സാഹചര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി ഓരോ കാരണങ്ങൾ എനിക്കുണ്ടായി. അത് ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകണമായിരുന്നു. ആ അനുഭവങ്ങളെല്ലാം കടന്ന് ഞാൻ വീണ്ടും എനിക്ക് ശിവഗിരിയാണെന്നുള്ള ഒരു തോന്നലാണ് പിന്നെ എൻ്റെ ഉള്ളിലുണ്ടായത്. ശിവഗിരി പോകണമെന്നുള്ള വാശിയോടുകൂടിയാണ് ഞാൻ എൻ്റെ എല്ലാം ഉപേക്ഷിച്ച്, എൻ്റെ വീടും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ അമ്മ എന്നെ ഒരുപാട്, ഞാൻ ചുരുക്കി പറയുകയാണ്, ദീർഘിപ്പിച്ച് പറയുകയല്ല. അപ്പം ഒരുപാട് പ്രാവശ്യത്തെ ഈ സ്ഥലങ്ങളെല്ലാം എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ ശിവഗിരിയിൽ എത്തിക്കാം, അല്ലെങ്കിൽ ഏതോ ആശ്രമത്തിലായിരിക്കും അവിടെ എത്തിക്കാമെന്നുള്ള വാക്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് കൂടെ പോയി. അവിടെ ചെന്നു എന്നെ അമ്മ അമൃതാനന്ദമയുടെ ആശ്രമത്തിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ അല്ല ഞാൻ കാണേണ്ടതെന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. വീണ്ടും ഞാൻ തിരിച്ചു. അപ്പം നമ്മുടെ അടുത്ത് ശാന്തിഗിരി ആശ്രമത്തിലെ ഒരു കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്നൊരു പൗർണമിയാണ്. അപ്പം ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവരെൻ്റെ അരികെ വന്നു. ചേച്ചി ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങളുടെ ആശ്രമത്തിലൊന്ന് വന്ന് നോക്കുക, അമ്മ ഇങ്ങനെ വന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് തന്നെ അവരുടെ കൂടെ പോയി ഞാൻ ചെന്ന് കാണുമ്പം പിന്നീട് ഉള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാനാവില്ല. പക്ഷേ പിറ്റേ ദിവസം വെളുപ്പിന് 4 ഒരു ബസ്സിന് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അരികിലെത്തി. ഞാൻ അവിടെ വന്നപ്പം എനിക്ക് മിണ്ടാനൊന്നും ആകുന്നില്ല, അത്രയ്ക്കും വിഷമത എനിക്കുണ്ടായിരുന്നു. അന്ന് ഗുരു പറഞ്ഞ ഓരോ വാക്കും ഇന്നും ഞാൻ പാലിച്ചു പോരുകയാണ്. എൻ്റെ അനുഭവം അന്ന് ഗുരു അന്ന് എന്നോട് പറഞ്ഞത്, നീ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ എനിക്കെൻ്റെ നാവ് ചലിക്കുന്നില്ലായിരുന്നു. പല പ്രാവശ്യങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞു, സംസാരിച്ചു. അന്ന് എന്നോട് പറഞ്ഞു, നീ ഇനിയും ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി എന്ന്. ഇന്നും ഞാനത് പാലിച്ചു പോരുകയാണ്. ഇന്നും ഗുരുവിൻ്റെ വാക്കിൽ തന്നെയാണ് എൻ്റെ ജീവിതം. എൻ്റെ പേര് ഷാജി ഉദയഭാനൻ, കൊല്ലത്താണ് വീട്. ഞാൻ ഒരു 36 വർഷം ചെന്നൈയിലാണ് എൻ്റെ ഉപജീവന മാർഗം നടത്തി വന്നത്.
അവിടെയും ഞങ്ങൾ ഒരു ആശ്രമത്തിന് വേണ്ടിയിട്ട് കുറേ നാൾ പരിശ്രമിച്ച് ചെയ്യൂർ 8-10 ഏക്കർ സ്ഥലം വാങ്ങി എല്ലാവരും കൂടി ചേർന്ന് അവിടെയുള്ള കുറച്ച് ഗുരുവിശ്വാസികൾ കുടുംബങ്ങൾ, ഞാൻ അതിനെപ്പറ്റിയൊന്നുമല്ല എൻ്റെ അനുഭവമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ചെന്നൈയിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിലും എൻ്റെ ജോലിയും വരുമാനവും എല്ലാം രണ്ടറ്റം എങ്ങനെയോ കൂട്ടിമുട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 മക്കളാണുള്ളത്. അവരുടെ കല്യാണം കഴിച്ച് അയക്കേണ്ട സമയങ്ങൾ വന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള വലിയ നീക്കിയുരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചില ആയിരങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ ഗുരുവിനെ സങ്കല്പിച്ച് ഇറങ്ങി. അതിനു മുമ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കല്യാണ ആലോചനകളൊക്കെ തുടങ്ങുന്ന സമയത്തും 2 കുട്ടികളുടെയും ഞാൻ ചെയ്യൂർ ആശ്രമത്തിൽ കുറച്ച് നാൾ നിന്ന് 5 നേരം പ്രാർത്ഥിച്ചും സങ്കല്പിച്ചും എല്ലാം ഇരുന്നു. അവിടെ ആ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സ്വാമി, അവിടെ അന്നത്തെ ചാർജ് ഉണ്ടായിരുന്നത് സ്വാമി എന്ന് പറയുന്നത് സ്നേഹാത്മജ സ്വാമി എന്ന് പറയും. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പാട്ടുസ്വാമി എന്ന് പറയും. ആ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് അവിടെ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ്, നീ അതൊന്നും നോക്കണ്ട, ഗുരുവിനെ മാത്രം സങ്കല്പിച്ച് നിന്നാൽ മതി. അങ്ങനെ നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 മക്കളുടെ കല്യാണവും ഗുരുകൃപ കൊണ്ട് അധികം മോശമല്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് നടത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിന് എൻ്റെ എല്ലാ സഹോദരങ്ങളും, ഞങ്ങൾ 5 പേരാണ് ഉള്ളത്, 4 പേരും എങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തായിട്ടാണ് അവരെന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി ആ കാര്യങ്ങൾ നടത്തി തന്നത്. അത് എൻ്റെ ഗുരുവിൻ്റെ അനുഭവ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കിന്നുള്ളത്. കാരണം ഒരു ആൺകുട്ടിയുടെ കല്യാണം നടത്തുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കല്യാണം, അതും എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അതെൻ്റെ ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. സദ്ഗുരു ഈശ്വരൻ.